ബന്ധുക്കോസുകാരായ രോഗികളുടെ ഒരു നീണ്ട നിര ഇപ്പൊ കാണാം. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗശാന്തിയും ആരോഗ്യം ഞാൻ നിനക്ക് വരുത്തും, മിസ്രൈമിക്ക് വരുത്തിയ യാതൊരു വ്യാധിയും നിനക്ക് ഞാൻ വരുത്തുകയില്ല എന്നിങ്ങനെയുള്ള വചനത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ വരുന്നു. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്തൃമേശയിൽ നിന്ന് വിലക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെയുള്ളവരെ കൊണ്ട് കർത്തൃമേശ കൊടുപ്പിക്കുന്നു. ഒരു കുഴപ്പമില്ല. സ്തോത്രമല്ലിയ അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നെഹലിയ സ്തോത്രമല്ലിയ കർത്തൃമേശയിൽ നിന്നൊക്കെ എടുക്കണമെങ്കിലല്ല വിശുദ്ധര ജീവിതം ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വന്നിട്ട് അപ്പം നുറുക്കളെ പങ്കെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. താൻ ചോദന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാക്കും വായിച്ചിട്ട് നമ്മൾ കർത്തൃമേശ കൊടുക്കുക, എല്ലാവരും എടുത്തിട്ട് വീട്ടിൽ പോകും. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഒരു കാലഘട്ടം. ദൈവസഭ വിശുദ്ധിയുടെ സ്ഥലമായിരുന്നു. കർത്തൃമേശ എന്നത് വളരെ ലഘുവായി അല്ലെങ്കിൽ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കൂട്ടരാണ് നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ സമ്മതിച്ചു തരും? തിരുമേശ സമയമില്ലാത്തപ്പോൾ നടത്തേണ്ടിയല്ല, സമയമെല്ലാം പോയതുകൊണ്ട് സ്വോത്രം ചെയ്ത് ഞുറുക്കി കൊടുക്കേണ്ട സാധനം അല്ല വാസ്തവം. കർത്തൃമേശ എന്നത് ഒരു ചടങ്ങ് പോലെ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ കൂടി വരുമ്പോഴൊക്കെയും കർത്തൃമേശ നടത്തണമെന്നുള്ളവർക്ക് ചിലർക്ക് ഒരു ശാഠ്യമാണ്. എന്നാൽ അതിൻ്റെ തീവ്രത, അതിൻ്റെ ഭക്തി എത്ര പേർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനെയും കൊണ്ട് പോയി ആസ്റ്റർ മെഡിസിറ്റിയിൽ. അവിടെ ചെന്നപ്പോൾ ആളുകൾ ഒന്നും കൈതരുക, ഫാസ്റ്റർ ഇവിടെ തന്നെ, ഫാസ്റ്റർ ഇവിടെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചർച്ച വരുന്നതിനെ കാട്ടിക്കൊള്ള ആൾ അവിടെ ഉണ്ട്. ശരീരങ്ങളെ വിവേചിക്കാതെ എവിടുന്നൊക്കെയോ തിരുമേശ എടുത്തു. എന്നോട് ദൈവം ഇടപെട്ടൊരു കാര്യമാണ്, തെറ്റാണ്, ക്ഷമിച്ചേക്കണം. ശുദ്ധീകരണം കൂടാതെ ഇത് ഭക്ഷിച്ചു. അത് അനേകരെയും രോഗികളാക്കി. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടിയ ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന കോടികൾ വിലയുള്ള സ്കാനിങ്ങിനകത്ത് കയറ്റി ഇറക്കിയിട്ട് സോക്കേട് പിടികിട്ടിട്ടില്ല. ഞങ്ങൾ പെന്തക്കോസ്തുകാരെ പോലെ ശുദ്ധിയുള്ളവരാരുണ്ട്? ഇതല്ലേ നമ്മുടെ വെപ്പ്. അതെ, ഇത് മനുഷ്യ ശരീരമാണ്, ഇത് ജഡമാണ്, രോഗികളാകും. അതിലെന്ത് ഇതിനു മാത്രം പ്രസംഗിക്കാനിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. ഇന്ന് പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ ആശുപത്രി കയറി ഇറങ്ങുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തിന്റെ പുറകെ. അതിന്റെ പിൻപിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വ്യവസ്ഥ പ്രകാരം അല്ല കർത്തൃമേശയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു, ഇന്നത്തെ ഈ ജനറേഷനിൽ, ഇന്നെന്റെ മുമ്പിൽ ഇരിക്കുന്നതും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഒരു കുറവ് വെളിപ്പെടുത്താൻ പോവാ. ഇന്ന് ദൈവമക്കളിൽ കാണുന്ന ഏറ്റവും വലിയ കറ എന്താണെന്നറിയോ? അൺഫോർഗീവ്നെസ്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ചോളാം, മനുഷ്യരുമായിട്ട് കുഴപ്പമില്ലെന്നാണ്. എന്നാൽ ദൈവാത്മാവ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്ന മണവാളൻ തന്റെ മണവാട്ടിയുടെ വിശേഷ വസ്ത്രത്തിൽ കാണുന്ന ഏറ്റവും വലിയ കറയാണ് അൺഫോർഗീവ്നെസ്. അത് പുറത്തല്ല, ദൈവസഭയുടെ ഉള്ളിൽ, ദൈവ മക്കളുടെ ഉള്ളിൽ അൺഫോർഗീവ്നെസ് ഉണ്ട്. തമ്മിൽ പൊറുക്കാൻ പറ്റാത്തത്, തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിച്ചു എന്ന് പുറമെ പറയുമ്പോഴും വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന പക, പിണക്കം, അസൂയ, ദ്വന്ദ്പക്ഷം. നമ്മൾ പലപ്പോഴും ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ പറയും, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കർത്തൃമേശയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. ഇന്ന് പല ബന്ധുക്കോസ്തുകാരും നിരപ്പ് പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കർത്തൃമേശ എടുത്തില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ കണ്ടും പിടിക്കും, പാസ്റ്റർ പിന്നെ വിളിച്ചും ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? കർത്താവേ എന്നോട് ഇപ്പം ക്ഷമിച്ചേക്കണം, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കർത്തൃമേശ എടുക്കാൻ പോവാ. അവിടെ ഒരു വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഈ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് തന്നെത്താൻ ശോധന ചെയ്തില്ല എന്ത് പറ്റുമെന്നറിയോ? നിങ്ങൾക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അത് നിമിത്തം പറ നിങ്ങളിൽ പലരും പറ രോഗികളും. ഒരു സഭയിൽ നടന്ന കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചു കൊള്ളട്ടെ. ഒരു സഭയിൽ, ഒരു ചെറിയ സഭയാണ്, ആ സഭയിൽ ഒരു പാസ്റ്റർ സ്ഥലം മാറി വന്നു. വലിയ ആത്മാക്കളൊന്നുമില്ല, കൂടി വന്നാൽ 2 കുടുംബം. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ടാണ് ആ വന്ന പാസ്റ്റർ ആ സഭയെ കൈകാര്യം ചെയ്തതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർത്തൃമേശയ്ക്കുള്ള സമയമായി, കർത്തൃമേശ അനൗൺസ് ചെയ്യും. അപ്പോൾ സഭയിലെ വിശ്വാസികൾ സാധാരണയായി ചെയ്യുന്നത് പോലെ അതിന് മുൻപ് ഒരു ശുദ്ധീകരണ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ അവർ പ്രതീക്ഷിച്ചുവെങ്കിലും പാസ്റ്റർ അതൊന്നും അനൗൺസ് ചെയ്തില്ല. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോയി. അവൻ പാസ്റ്റർ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ജനം അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്റർ നമുക്ക് ഉപവാസ പ്രാർത്ഥന ഒന്നും വെക്കണ്ടേ, കർത്തൃമേശയല്ലേ? അപ്പോൾ ഉടനെ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ കർത്തൃമേശയ്ക്ക് മുമ്പ് ഉപവാസ പ്രാർത്ഥന വെക്കണമെന്നോ ശുദ്ധീകരണ മീറ്റിംഗ് വെക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ, നമ്മുടെ കൈകളൊക്കെ എപ്പോഴും ശുദ്ധമായിരിക്കണം. അതുകൊണ്ട് കർത്തൃമേശയ്ക്ക് മുൻപ് ഒരു ശുദ്ധീകരണ മീറ്റിംഗ് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെയും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. എന്നാൽ വിശ്വാസികൾക്ക് ഉറപ്പായിരുന്നു തങ്ങളുടെ ജീവിതം ഈ ജഡത്തിലാണെന്നും അതിലെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് പെരണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കിയും അവരോരോരുത്തരും അവരുടെ വീടുകളിലിരുന്ന് തങ്ങൾക്ക് കഴിയുന്നത് പോലെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അറിയാവുന്ന വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസഭയിൽ കടന്നു വന്നു. കർത്തൃമേശയുടെ ദിനത്തിൽ അവർ വളരെ ഭയത്തോടെ ആ കർത്തൃമേശയിൽ പങ്കുകൊണ്ടു. എന്നാൽ ഈ പാസ്റ്റർ വളരെ ലാഘവത്തോടെ, കഴിഞ്ഞ ഞായറാഴ്ച പോയ മനുഷ്യൻ പിറ്റേ ഞായറാഴ്ച വരുന്നത് കർത്തൃമേശ നടത്താൻ വേണ്ടിയിട്ടാണ്. ജനത്തിനൊന്നും മറുത്തു പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വിശ്വാസ
വിശ്വാസികൾ ആരുമല്ലല്ലോ. അതുകൊണ്ടൊന്നും മിണ്ടാതെ തന്നെ വളരെ ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അവർ പങ്കെടുത്തു. അങ്ങനെ കർത്തമേശയൊക്കെ കഴിഞ്ഞു, വിശുദ്ധ ചുംബനമൊക്കെ കൊടുത്ത് എല്ലാവരും പിരിഞ്ഞു. പാസ്റ്ററും നല്ല സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു. പക്ഷെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പം ജനത്തിന് കിട്ടുന്ന വാർത്ത ആ പാസ്റ്റർക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു വല്ലാത്ത തകർച്ചയിലേക്ക് അദ്ദേഹം ചെന്നുപെട്ടു. അല്ലെങ്കിൽ ജീവനെ വിടുവിച്ചെടുത്തത് ജനത്തിൻ്റെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, അവരുടെ പ്രയത്നം നിമിത്തം ആ ജീവൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്ന് വേണം ചുരുക്കി പറയാൻ. എന്തിനധികം പറയണം, ഇപ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷയുമില്ല, സഭയുമില്ലാതെ പൊതു ശുശ്രൂഷ എന്ന് പറഞ്ഞ് ആ പേരിൽ അദ്ദേഹം നിലകൊള്ളുന്നു. അത് കർത്തൃമേശ നിമിത്തമാണെന്നുള്ളത് ആരും അങ്ങനെ സമ്മതിച്ചു തരികയില്ല. പ്രത്യേകിച്ചും കർത്തൃമേശ കഴിഞ്ഞിട്ടൊക്കെ ആർക്കെങ്കിലും മരണം സംഭവിച്ചാൽ എന്തൊരു പ്രത്യാശയോടെ, എന്തൊരു വിശുദ്ധിയോടെ ഉള്ള മരണമായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ ലഘുവാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതിനെ തുച്ഛീകരിക്കുന്ന പലരെയും, അല്ലെങ്കിൽ അങ്ങനെ എസ്കേപ്പിസം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയുന്ന അനേകരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് മറുഭാഗത്ത് ഇത് വിശുദ്ധി കൂടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സം നിമിത്തം ഉണ്ടായ അത് ശിക്ഷയാണോ എന്നുള്ളത് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ അതിനെ വെറുതെ ാക്കി കളയുന്ന ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഏതൊക്കെയോ കുടുംബത്തിൽ കിടന്ന് നിന്നെ, ഏതൊക്കെയോ പാരമ്പര്യത്തിൽ കിടന്ന് നിന്നെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റാൻ, വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ചിതറിക്കിടന്ന നിന്നെ ക്രിസ്തുവിൽ ഒന്നാക്കി മാറ്റാൻ ഇത് ഭക്ഷിക്കുമ്പോൾ പലരായ നാം, ബാക്കി നിങ്ങൾ പറ, ക്രിസ്തുവിൽ. എന്നോട് ദൈവാത്മാവ് രാവിലെ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ചിലനെ ഒടുക്കിക്കളയാൻ പദ്ധതി ഒരുക്കുമ്പോൾ മറ്റേത് സ്വയം ഒടുങ്ങിപ്പോകുന്നത് പോലെ ആരും രോഗികളാകല്ല. ഞാൻ ഇത് പക്ഷേ ആരോഗ്യം പ്രാപിക്കുന്നവനാ. വ്യവസ്ഥയില്ലാതെ നീ ബേക്കറിയിൽ നിന്ന് റൊട്ടി മടിച്ച് തിന്നുന്ന പോലെ ഇത് കഴിച്ചാൽ, ഇത് കർത്താവ് സ്ഥാപിച്ച, ഒരു ഭാഗത്ത് ഒടുക്കിക്കളയാൻ തുടങ്ങുമ്പോൾ സ്ഥാപിച്ച നിയമമാണ്. സാത്താൻ ഭരിക്കുന്നവൻ കഴിക്കേണ്ടതല്ലിത്. രക്തത്താൽ വീണ്ടെടുത്ത് ദൈവാത്മാവ് നയിക്കുന്നവൻ കഴിക്കേണ്ടതാണ് കർത്താവിന്റെ തിരുമേശ. ശരിയായിട്ടുള്ള തിരുമേശാണ് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഐക്യത നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരും. 2, രോഗശാന്തി നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നില്ല എങ്കിൽ ആ തിരുമേശയിൽ നിന്ന് നമുക്ക് പിന്മാറിയിരിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പണ്ട് ദൈവസ്ഥനിലേക്ക് കയറി വരിക എന്നുള്ളത് തന്നെ നമുക്ക് ഭയമായിരുന്നു. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ നടപ്പ്, നമ്മുടെ ചിന്തകളൊക്കെ അങ്ങോട്ട് വിവേചിച്ച് വെളിപ്പാടിൻ്റെ കണ്ണിൽ വിളിച്ചു പറയുന്ന പാസ്റ്റർമാർ മുൻപിൽ ഇരിക്കുമ്പോൾ ആ ദൈവസ്ഥനിൽ വന്ന് ചങ്കൂറ്റത്തോടെ ഇരിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ടാവുമായിരുന്നില്ല. പ്രത്യേകിച്ചും കർത്തൃമേശയിൽ കൈ നീട്ടുക എന്നുള്ളത് നമ്മളൊക്കെ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ന്യായപ്രമാണ കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നു. ഓരോ ചെയ്യുന്ന പാപത്തിനും അപ്പോൾ ശിക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൃപ എന്ന് പറഞ്ഞ ആണിക്കല്ല് കയ്യേറ്റി എല്ലാത്തിനും ലഘുവായി കാണുന്ന ഒരു കൂട്ടം ദൈവജനമാണ് ഇന്ന് ആത്മീയ ലോകത്തുള്ളതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനോട് എതിർക്കുവാൻ കഴിയും? പണ്ട് കർത്തൃമേശയൊക്കെ തരുന്നതിന് മുമ്പ് ചില ക്രൈറ്റീരിയകൾ പറയുമായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ അഭിഷേകം പ്രാപിച്ചവർ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർ, രോഗശാന്തിയിൽ നിൽക്കുന്നവർ, ഇങ്ങനെ പല ക്രൈറ്റീരിയസ് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെ മാത്രമാണ് വേർതിരിച്ചിരുത്തി പിന്നെ അവർക്ക് കർത്തൃമേശ കൊടുക്കുന്നത്. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അത്രയും പറഞ്ഞ് ബാക്കി ആർക്കും ഇതിനകത്തിൽ പങ്കുകൊള്ളാം എന്നുള്ള രീതിയിൽ, ആ ചർച്ചിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടോ അവർക്ക് വന്ന് ചേരാം എന്നുള്ള രീതിയിലാണ് കർത്തൃമേശ വളരെ ലഘുവാക്കി ഇന്ന് സകലരുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞപ്പിത്തമുള്ള രോഗികളുടെ രക്തം, അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച രോഗികളുടെ രക്തം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള രോഗികളുടെ രക്തം എടുത്ത് സാധാരണക്കാരന് കൊടുക്കുകയില്ല. അവൻ മരണത്തിന് കീഴ്പ്പെട്ടാലും ശരി രോഗമുള്ള രക്തമെടുത്ത് ആർക്കും കൊടുക്കുകയില്ല. എന്നപോലെ തന്നെ ഒരു സഭയിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം വിളിച്ചു പറയുന്ന ചിട്ടകൾക്കൊത്തവണ്ണം, അല്ലെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം നിൽക്കാത്ത ഒരുവന് തിരുമേശ അവരുടെ കൂട്ടത്തിലിരുന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സകലത്തിനെയും മലിനമാക്കുന്ന, അല്ലെങ്കിൽ തൈലത്തെ നാർമാറാക്കുന്ന ഒരു ചത്ത ഈച്ച പോലെ തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര വിശുദ്ധിയോടെ ജീവിച്ചാലും ശരി, എത്ര എന്താ പറയുക ശുദ്ധീകരിച്ച് ദൈവസ്ഥനിൽ കയറി ചെന്നാലും ശരി, ഒരു വ്യക്തി മതി ആ മൊത്തം എണ്ണത്തിനെയും കളങ്കമാക്കി അല്ലെങ്കിൽ മലിനമാക്കി മറ്റുള്ളവരെ കൂടെ ആ അശുദ്ധിക്ക് യോഗ്യരാക്കി തീർക്കുമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്ക് യൂദയുടെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും യേശുവിൻ്റെ കൂടെ നടക്കുന്നു, നിഷ്കളങ്കമായി യേശുവിനെ പിൻപറ്റുന്നു. പക്ഷെങ്കിൽ ഒരൊറ്റ യൂദ, അവൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു. ഈ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്തൃമേശ കണ്ടക്ട് ചെയ്യുന്നത് യേശുവാണ്, യേശുവിൻ്റെ കൂടെയുള്ള യാത്രയാണ്, മൊത്തം പേരും ശിഷ്യന്മാരാണ്, ഒക്കെ ആണെങ്കിലും ശരി, കർത്തൃമേശ കഴിഞ്ഞതോടെ സംഭവിച്ചത് സകലരും ചിതറിപ്പോയി. യേശു ക്രൂശിലേക്ക് പോയി, യൂദാ പോയി തൂങ്ങിച്ചത്തും, ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. അവർ ഭയന്ന് മുറികളിൽ വാതിലടച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നും സഭകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ ഇതിനെ മനസ്സിലാക്കുമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. വ്യവസ്ഥയിലേക്ക് ദൈവസഭ മടങ്ങി വന്നാൽ പല രോഗത്തിനും അവിടെ പറയുന്ന ഇങ്ങനെ അയോഗ്യമായി നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ രോഗികളാവും. അപ്പൊ യോഗ്യമായി കഴിച്ചാലോ? ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ള രോഗസൗഖ്യം കർത്തൃമേശ എടുത്തപ്പോൾ